ഈ 30 കൊല്ലവും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നഗരസഭയിലെ ജനവിധി പൂർവാധികം ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭ ഇത്തവണ UDF 25 സീറ്റോളം നേടി അധികാരം പിടിക്കുമെന്നൊക്കെയാണ് UDF നേതാക്കൾ പറഞ്ഞത്. LDF ആണെങ്കിൽ തള്ളിക്കളയുന്നു. LDF അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷ അവർക്കുണ്ട്, അവർ ഉറപ്പായിട്ടും പറയുന്നു. ഇവിടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും ഈ വാർഡിന്റെ ഈ PTM കോളേജ് വാർഡിന്റെ ചുമതലയുമുള്ള പച്ചേരി ഫാറൂഖ്, അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവാണ്, നേരത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു. ഈ വാർഡ് മാത്രമല്ല, ഇവിടെയുള്ള ഭൂരിഭാഗം വാർഡുകൾ UDFന് കിട്ടുമെന്നൊരു ആത്മവിശ്വാസമുണ്ടോ? നമ്മുടെ നഗരസഭയിലെ കഴിഞ്ഞ 40 കൊല്ലത്തിലധികമായി CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ CPMന്റെ ഭരണ വൈകല്യങ്ങൾ ഈ കഴിഞ്ഞ 30 കൊല്ലം നഗരസഭയെ ഉയർത്തി ഈ 30 കൊല്ലവും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി CPMന്റെ നല്ലൊരു ശതമാനം ആളുകളും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. UDFന്റെ പ്രവർത്തകരെക്കാട്ടിലും അപ്പുറത്തേക്ക് CPMന്റെ സാധാരണ പ്രവർത്തകർ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ പെരുന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 37 വാർഡുകളിലും 25 വാർഡിൽ അധികം UDF പിടിച്ചെടുത്തുകൊണ്ട് വലിയ ഒരു മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു UDF അനുകൂല തരംഗം മുനിസിപ്പാലിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് 13-ാം തീയതിയോടുകൂടി ബോധ്യപ്പെടും എന്നുള്ളതാണ്. വലിയൊരു അടിയൊഴുക്ക് CPMന്റെ സാധാരണ വോട്ടർമാരിൽ വലിയൊരു അടിയൊഴുക്ക് UDFന് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലത്ത് CPMന്റെ ഭരണസമിതിയിലെ തലപ്പത്തിരുന്ന ആളുകളുടെ അഴിമതി തന്നെയാണ്. സാധാരണക്കാരായി വന്ന് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി വന്ന് അധികാര കസേരയിൽ ഇരുന്ന് 5 കൊല്ലം പൂർത്തിയാക്കുമ്പോഴേക്ക് അവർ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ആയി മാറിയ ചരിത്രം നമുക്ക് പെരിന്തൽമണ്ണയിലെ പല ചെയർമാൻമാരിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ CPMന്റെ സാധാരണ പ്രവർത്തകർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവര് ഒരു വിഭാഗം വാൾ പോസ്റ്റ് ഒട്ടിക്കാനും പിന്നെ ബോർഡ് കെട്ടാനും ജാഥക്ക് നീളം കൂട്ടാനും മാത്രമായിട്ട് ഒരു വിഭാഗത്തെ മാറുകയാണ്. എന്നാൽ അതിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇതോ കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു CPMന്റെ ഇന്നത്തെ നേതാക്കൾ എന്നൊരു ബിനാമി ബിസിനസിന്റെ ആളുകളാണ്. ഈ CPMന്റെ ഈ ഭരണ സാരഥ്യം ഏറ്റെടുക്കാൻ അവർക്ക് പറ്റുന്ന കുറെ ആളുകളെ ബിനാമികളായി വാർഡ് ജനപ്രതിനിധികളും മറ്റു തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവർ ബിനാമി ഭരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നഗരസഭയിൽ ഭരിക്കുകയാണ്. അവിടെ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകളല്ല ഇത് നിയന്ത്രിക്കുന്നത്. പുറത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയും ബിനാമി നേതാക്കളുമാണ് CPMനെ നിയന്ത്രിക്കുന്നതും ഈ ഭരണ സംവിധാനത്തിൽ വരുമ്പോൾ ഈ നഗരസഭയും നിയന്ത്രിക്കുന്നത്. വലിയ തോതിൽ കോടീശ്വരന്മാരായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും പുറത്ത് ഫ്ലാറ്റ് സമുച്ചയം ഉൾപ്പെടെയുള്ള വലിയ ബിസിനസ് രംഗത്തേക്ക് പല CPMന്റെ നേതാക്കളും ഈ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം നേടിക്കൊണ്ട് ഭാരിയ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കാണാൻ കഴിയും. അത് സാധാരണ CPM പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പല വാർഡുകളിലും ആ വാർഡിലെ CPMന്റെ വാർഡുകളിൽ അവര് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ മുകളിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബിനാമി നേതൃത്വം അവർക്ക് താല്പര്യം അവരെ ഇച്ഛക്കനുസരിച്ച് നിൽക്കുന്ന പല സ്ഥാനാർത്ഥികളെയും പല വാർഡുകളിലും അവർ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു പരിണിത ഫലം ഈ തെരഞ്ഞെടുപ്പിൽ 13-ാം തീയതി അത് വ്യക്തമാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ 13-ാം തീയതി UDFന്റെ ഒരു ശക്തമായ തിരിച്ചുവരവും നല്ല ശക്തമായ ഒരു ഭരണ സംവിധാനത്തിൽ UDF അധികാരത്തിൽ വരികയും വരുന്ന 5 കൊല്ലക്കാലം നല്ലൊരു പ്ലാനിങ്ങോട് കൂടി കഴിഞ്ഞ കാലത്ത് ഒരു പ്ലാനിങ്ങും ദീർഘവീക്ഷണവും ഇല്ലാത്തതിന്റെ പരിണിത ഫലം 100 കോടി കടത്തിലായ ഇന്ത്യ രാജ്യത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണ. 100 കോടിയോളം കടത്തിലായ ഇന്ത്യ രാജ്യത്തെ ഒരു നഗരസഭ പെരിന്തൽമണ്ണ നഗരസഭയാവും. അപ്പൊ ആ ബാധ്യത വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്ലാനിങ്ങോട് കൂടി കാഴ്ചപ്പാടോടു കൂടി ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ അതിനുള്ള ഒരു സഹായവും പിന്തുണയും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ചില കോട്ടകളൊക്കെ ഇളകുമെന്ന് പല ആളുകളും പ്രവർത്തകര്
ഇരുപക്ഷത്തെയും പ്രവർത്തകർ പറയുന്നു ചില കോട്ടകളൊക്കെ പൊളിയും ഇത്തവണ അത്ഭുതം സംഭവിക്കുന്നു. UDF-കാർ പറയുന്നു, UDF-ന്റെ നേതാക്കൾ പോലും പറയുന്നുണ്ട് LDF അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയണം. ഇത്തവണ ഏതെങ്കിലും കോട്ടകളൊക്കെ പൊളിഞ്ഞ് താഴെ വീഴും. കോട്ടകൾ 100% പൊളിയാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13-ാം തീയതി അത് വ്യക്തമായി പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടാൻ വേണ്ടി പോവാണ്. ഒന്ന് പിന്നെ നിലവിലെ 14-ാം വാർഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മത്സരിക്കുന്ന വാർഡ്. ആ വാർഡിലെ കഴിഞ്ഞ പിന്നെ മത്സരിക്കുന്ന ഉണ്ണീഷൻ മാഷ് സ്വന്തം പ്രദേശത്തെ വാർഡ് ഉൾക്കൊള്ളുന്ന 14-ാം വാർഡിലേക്ക് ഒരു വീട് കയറാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റു വാർഡുകളിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരാളെ ഇവിടെ ഈ 14-ാം വാർഡിൽ അടിച്ചേൽപ്പിരിക്കുകയാണ്. ആ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം. 14-ാം വാർഡില് പരാജയപ്പെടാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഒപ്പം തന്നെ അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് 26-ാം വാർഡിൽ നസീറ, നിലവിലെ വൈസ് ചെയർമാൻ നസീറ ടീച്ചർ. അദ്ദേഹവും പിന്നെ ശ്രീമതി നസീറ ടീച്ചറും അവിടെ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡ് ഇത് ഞാൻ ഇപ്പൊ ഈ നിൽക്കുന്നത് പുതിയ വാർഡാണ്, PTM ഗവൺമെന്റ് കോളേജ് നമ്പർ 18. ഈ വാർഡ് പുതിയ വാർഡാണ്. അവര് വലിയ കൊട്ടി ആഘോഷിച്ചുണ്ടാക്കിയ ഒരു ഫ്ലാറ്റ് വാർഡാണ്. ആ ഫ്ലാറ്റിലെ ഏകദേശം പിന്നെ 150-160 വരുന്ന വോട്ടർമാരുള്ള ഒരു വാർഡാണ്. ആ വാർഡില് അവര് 90% CPM-ന്റെ വോട്ടാണ്. ആ വാർഡില് UDF പിന്നെ വിജയക്കൊടി പാറിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. അതേപോലെ തന്നെ അമ്പിളി മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ വാർഡുകളൊക്കെ അവരുടെ CPM-ന്റെ നിലവിലുള്ള ചെയർമാൻമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ നേരിട്ട് മത്സരിക്കുന്ന വാർഡുകളാണ്. ഇവിടെയൊക്കെ അവർ പരാജയത്തിന്റെ രുചി അറിയും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി വാർഡ്, പ്രത്യേകിച്ച് പാതായിക്കര വില്ലേജാണ് CPM-ന്റെ കോട്ട. ആ CPM-ന്റെ കോട്ടയിൽ UDF ശക്തമായി മുന്നേറും. ഏകദേശം ഒരു 10-ലധികം സീറ്റുകൾ ഞങ്ങൾ CPM-ന്റെ വാർഡുകൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാതായിക്കര വില്ലേജിലെ ഒരു പൊതുരംഗത്തെ 45 കൊല്ലത്തെ ഒരു അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ഈ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി പാതായിക്കര വില്ലേജിൽ വലിയ റെക്കോർഡ് ഭൂരിപക്ഷം UDF-ൽ ഉണ്ടാകും. അതിലൂടെ നല്ലൊരു ഭരണ സംവിധാനത്തിലേക്ക് UDF അധികാരത്തിൽ വരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടെയാണ് പച്ചേരി ഫാറൂഖ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ വീക്ഷണവും തെളിവും നിരത്തിയാണ് അദ്ദേഹം ഈ UDF എങ്ങനെ അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നത്. പല കോട്ടകളും പൊളിഞ്ഞു വീഴുമെന്ന് കൂടി അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ജനമാണ് തീരുമാനിക്കുന്നത്, ജനം വിധി എഴുതുകയല്ലേ, ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.